പുതിയ എൻട്രികൾ കണ്ടല്ലോ എല്ലാവർക്കും അല്ലേ? അപ്പം എല്ലാവരും തന്നെ ഇന്ന് ബിഗ് ബോസിൽ കെട്ടിയിരിക്കുകയാണ്. അപ്പം അഭിഷേക് ശ്രീകുമാർ എന്ന് വിളിക്കാം നമുക്കിനി. അഭിഷേക് ജയദീപ്, നന്ദൻ, പിന്നുള്ളത് പൂജ കൃഷ്ണ, പിന്നെ DJ ഫിബിൻ, പിന്നെ നമ്മുടെ കട്ടേൻ്റെ സായി കൃഷ്ണയെ കാറില്ലാതെ നമ്മൾ കാണുന്നത് അപൂർവമായിട്ടാണ് ഇപ്പം കണ്ടു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ കാറും ഇനിയും ബിഗ് ബോസിൽ എത്തുമോ എന്നുള്ളത് പലരും തമാശയായിട്ടൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്കിഷ്ടമുള്ള വീഡിയോകൾ ഒത്തിരി അദ്ദേഹം ചെയ്തിട്ടുണ്ട്. നമ്മൾ അദ്ദേഹത്തിൻ്റെ വീഡിയോ ഒക്കെ സ്ഥിരമായിട്ട് കാണുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, സീക്രട്ട് ഏജൻ്റ് എന്ന് പറയുന്ന വ്യക്തിയെ മാത്രമേ എനിക്ക് പരിചയമുള്ളൂ. അതുപോലെ പൂജാകൃഷ്ണയുടെ ഇൻ്റർവ്യൂ ഒക്കെ കാണാറുണ്ട്. അങ്ങനെ അവരെ രണ്ടുപേരെ മാത്രമേ പരിചയമുള്ളായിരുന്നു, ബാക്കി ആരെയും തന്നെ നമുക്ക് പരിചയമില്ല. അപ്പോൾ പുതിയതായിട്ട് ആദ്യ ദിനം ഇവർ ആദ്യമായിട്ട് നന്ദന വരുന്നു. എല്ലാവരും സ്വീകരിച്ചു. നന്ദന പിന്നെ ഇത്തിരി ഓവർ സ്മാർട്ടാകാൻ ശ്രമിച്ചോ എന്നുള്ളത് കാര്യം നമുക്കിനി വഴിയെ അറിയാം. ആദ്യമേക്ക് ഇങ്ങനെ കാണിക്കുന്നവർ പിന്നെ അവസാനം എന്തായി തീരും. എല്ലാ മത്സരാർത്ഥികളും എനിക്ക് തോന്നുന്നു രഹസ്യങ്ങൾ അറിയാൻ വേണ്ടി ഇങ്ങനെ ചുറ്റിപ്പറ്റി നടന്നു. പിന്നെ അതിനുശേഷമാണ് നമ്മുടെ അഭിഷേക് ശ്രീകുമാർ, 2 ശ്രീകുമാരും കൂടെ വരുന്നത്. അവരും അവരുടേതായ പുറത്തെ കാര്യങ്ങളൊക്കെ പലതും അവരും പുറത്തു വിട്ടു. ബിഗ് ബോസിൽ നിന്ന് നിർദ്ദേശം ഉണ്ടായിരിക്കും പുറത്തെ കാര്യങ്ങളൊക്കെ പറയട്ടെ, അങ്ങനെങ്കിലും ഇവർ ഈ വാഴകളൊന്നും നന്നാവട്ടെ, കൊലയ്ക്കട്ടെ എന്ന് വിചാരിച്ചായിരിക്കും പറഞ്ഞു വിട്ടത്. അതിനുശേഷമാണ് നമ്മുടെ പൂജാകൃഷ്ണയും എല്ലാം പേര് നല്ല പൊരുത്തം അല്ലേ, പിന്നെ ഫുബിനും ഒക്കെ വരുന്നത്. അപ്പോൾ എല്ലാവരും കൂടെ കണ്ടു കഴിഞ്ഞാൽ മത്സരാർത്ഥികളെല്ലാം ഞെട്ടിപ്പോയി എന്നുള്ള ഇത്രയും പേര്. ഇതിനിടയിൽ നമ്മുടെ ഗബ്രിയും നമ്മുടെ ജാസ്മിനും കൂടെ മാറിയിരുന്ന് എല്ലാവരും തികഞ്ഞ ആകാംക്ഷയിൽ ഇങ്ങനെ ഓരോരുത്തരും സ്വീകരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർ മാറിയിരുന്ന് ചർച്ച ചെയ്യുന്നുണ്ട്. ഫുബിൻ വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങളെന്താ മാറിയിരുന്ന് ചർച്ച ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ചോദിക്കുകയും ചെയ്തു. അതെന്തൊക്കെ പറഞ്ഞ് മാറി. അതിനുശേഷം ഇങ്ങനെ പലതും പറഞ്ഞു. അപ്പം നമ്മൾ പല വീഡിയോകൾ തായിട്ട് ഇന്നലെ പ്രൊമോയ്ക്കകത്ത് കാണിച്ച പല വീഡിയോകളും പലരും ഇട്ടത് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ രാവിലെ പോലെ നമ്മൾ ഇടുന്നുണ്ട്. ഇന്ന് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വീഡിയോ ഇട്ടൊരു ദിവസം കൂടെ. അതിനുശേഷം ബിഗ് ബോസ് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇവരെ പറ്റിയുള്ള ചിന്തകൾ പങ്കുവെക്കാം, ഇവരുടെ ഗെയിമിനെ പറ്റി പറയാം എന്ന്. എനിക്ക് തോന്നുന്നു ആദ്യത്തെ സംഭവമാണത്. ഇവരെ പരിചയപ്പെടുത്തി അതിനുശേഷം ഈ വ്യക്തികളിൽ ഓരോരുത്തരും നിങ്ങൾ കരുതുന്നത് എന്താണ് എന്നുള്ളതാണ്. അത് പുറത്തെ കാര്യങ്ങൾ തന്നെയാണ്. അങ്ങനെ നമ്മുടെ ആദ്യമേ വന്ന അഭിഷേക് ജയദീപാണെന്ന്, അഭിഷേക് ശ്രീകുമാറാണത്. അഭിഷേക് ശ്രീകുമാർ ഒന്നും ഏകദേശം പൊളിച്ചു എന്ന് തന്നെ പറയാം. എല്ലാവരെയും പറ്റി പറഞ്ഞു. അൻഫിയെ പറ്റി മഞ്ഞക്കിളി കട്ടിൽ നിന്ന് ഇറങ്ങുന്ന കാര്യം പറഞ്ഞു. അതുപോലെ ഋഷി ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്നതിനെ പറ്റി പറഞ്ഞു, നല്ല പ്ലെയറാണ് എന്നൊക്കെ പറഞ്ഞു. അതുപോലെ ശരണ്യയും ഫ്രീദുവും എവിടോ ഈ വിനോദസഞ്ചാരത്തിന് എക്സ്കർഷന് വന്ന പോലെ ഒരു പ്രതീതിയാണ് ജനിപ്പിക്കുന്നത്. അവരല്പം കൂടെ ഇതാകണമെന്ന് പറഞ്ഞു. നോറ പലപ്പോഴും ആരുടെയും മുഖത്ത് നോക്കി തുറന്ന് പറയാൻ മടിയില്ലാത്തൊരു വ്യക്തിയാണ്. പക്ഷേ നല്ല ഹൈപ്പ് വരും, പിന്നെ പെട്ടെന്ന് ഡിമ്മാവും, ഒറ്റ കരത്തിൽ കൊണ്ട് തീരും എന്ന് പറഞ്ഞു. പിന്നെ ജിൻഡോ തൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി ആയിരുന്നു ആദ്യ സമയങ്ങളിൽ. പക്ഷേ 2 ആഴ്ച കൊണ്ട് പല കള്ളങ്ങൾ പറയുന്നു, അതുപോലെ തന്നെ ചീത്ത വർത്തമാനങ്ങൾ പറയുന്നു. അതുകൊണ്ട് ഞാനിപ്പം ഫാൻസല്ല എന്ന് പറയും. അതുപോലെ തന്നെ ആണ്. പിന്നെ അതിനുശേഷമാണ് നമ്മുടെ ശ്രീരേഖയെ പറ്റി ഒരു അമ്മ വേഷം കെട്ടുന്ന ഒരു വ്യക്തിയാണെന്ന് തോന്നി. അതുപോലെ ഗബ്രിയും ജാസ്മിനെ പറ്റിയും പറഞ്ഞു. അവർ 2ആയിട്ട് എന്താണ് വിളിക്കേണ്ടത്, 1ആയിട്ട് വിളിക്കണോ 2ആയിട്ട് വിളിക്കണോ എന്നും പരമാവധി കൊടുക്കാവുന്നതിൻ്റെ പരമാവധി ഇതെല്ലാം അവർക്ക് കൊടുത്തു. പിന്നെ ജാൻമണിക്കും കിട്ടുന്നുണ്ട്, കിട്ടി.
ഈ ശാപവാക്കുകളും ആവശ്യമില്ലാത്ത വാക്കുകളൊക്കെ ഉപയോഗിക്കരുത് എന്ന് ജാൻമണി ഉപദേശിച്ചു. അങ്ങനെ അങ്ങ് പോയി. പിന്നെ രണ്ടാമത്തെ കക്ഷി എനിക്ക് തോന്നുന്നു പൂജാ കൃഷ്ണയാണ് വന്നത്. പൂജാ കൃഷ്ണ ഇതിൻ്റെ ആവർത്തനങ്ങൾ തന്നെയാണ് വന്നത്. ജിൻഡോയുടെ മാത്രമേ ഉള്ളൂ ചെറിയ മാറ്റം. കള്ളൻ എന്ന് വിളിക്കാനാണ് ജിൻഡോ ചേട്ടനെ ഇഷ്ടം എന്ന് പറഞ്ഞു. അതും കള്ളവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. പിന്നെ ബാക്കിയെല്ലാം സെയിം പാറ്റേണിൽ തന്നെയാണ് പോയത്. അതിനുശേഷം വന്നത് നമ്മുടെ നന്ദനയാണ്. നന്ദന ഞാൻ പറഞ്ഞില്ല, ഇച്ചിരി ഓവർ സ്മാർട്ട് കളിക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. നന്ദനയാണ് പറഞ്ഞത്, ഈ ഋഷി എന്ന് പറഞ്ഞാൽ ജാസ്മിൻ്റെ ഈ അൻസിബയുടെ കയ്യിലെ പാവയാണോ എന്നൊരു സംശയമുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും തോന്നുന്നു, പക്ഷേ തുറന്നു പറയാനുള്ള ഇത്. അതുപോലെ ജാസ്മിനെ കണ്ടെടുത്താൽ കണ്ടുകൂടാ. ജാസ്മിനെ വൃത്തി എന്ന് പറയുന്ന സാധനം അടുത്തൂടെ പോയിട്ടില്ല എന്ന് പറയുന്നു. അത് മുഖത്ത് നോക്കി പറഞ്ഞു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അങ്ങനെ പലരെ പറ്റിയും പറയുന്നുണ്ട്. അതെല്ലാം ഏകദേശം പാറ്റേൺ എല്ലാം ഒന്ന് തന്നെയാണ്. എനിക്ക് തോന്നുന്നു ശ്രീകുമാർ പിടിച്ച പാറ്റേണിൽ തന്നെയാണ് ബാക്കി എല്ലാവരും സഞ്ചരിച്ചത്. ചെറിയ മാറ്റങ്ങളൊക്കെ ചിലർക്ക് ഉണ്ടായി എന്ന് മാത്രമേ കണ്ടുള്ളൂ. അതുപോലെ റസ്മിനെ പറ്റി പറഞ്ഞു, സ്ട്രോങ് പ്ലെയറാണ്, പക്ഷേ എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ളതായിട്ടും തോന്നുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഓരോ വ്യക്തികളെ പറ്റി പറഞ്ഞു. പിന്നെ അതിനുശേഷം വന്നത് നമ്മുടെ അഭിഷേക് ജയദീപാണ്. അഭിഷേക് ജയദീപും ഈ പറഞ്ഞ പാറ്റേണിൽ തന്നെയാണ്. ഈ അഭിഷേക് ശ്രീകുമാർ ജാസ്മിനോട് ചോദിച്ചു ഉടുപ്പുണ്ടോ എന്ന് ചോദിച്ചു. അതാണ് നമ്മൾ രാവിലെ വീഡിയോ ഇട്ടിരുന്നത്. അടിപൊളി ഒരു ഇതായിരുന്നു അല്ലേ. അപ്പോൾ ഈ അഭിഷേക് ശ്രീകുമാറും അഭിഷേക് ജയദീപിനെയൊക്കെ തമ്മിൽ നമുക്ക് ആകെപ്പാടെ പ്രശ്നമാണ്, മനസ്സിലാക്കാൻ ഇച്ചിരി പാടായിട്ട് തോന്നുന്നു. അത് പോകെ നമുക്ക് മനസ്സിലാക്കി വരും. ഇവരാരാ പറഞ്ഞേ, ആരാണ് കൺഫ്യൂഷൻ എന്ന് പറഞ്ഞത്. ശ്രീകുമാർ എന്ന് അഭിഷേക് ശ്രീകുമാർ, അഭിഷേക് ജയദീപ് രണ്ടുപേരും നന്നായി സംസാരിച്ചു. പക്ഷേ എന്നെ ആകെപ്പാടെ ഒരു നനഞ്ഞ പടക്കമായി എനിക്ക് തോന്നിയത് നമ്മുടെ ഫീക്കർ ടേലിൻ്റെ കാര്യമാണ്. ഫീക്കർ ടേലും പിന്നെ പൂജാ കൃഷ്ണയൊക്കെ ഒരു നനഞ്ഞ പടക്കമായി തോന്നുന്നു. നനഞ്ഞ പടക്കമാണ്. പക്ഷേ ഫീക്കർ ടേലിൻ്റെ ഈ നനഞ്ഞ പടക്കം എന്നെ വല്ലാതെ അങ്ങ് വിഷമിപ്പിച്ചു എന്ന് പറഞ്ഞാൽ. കാര്യം ഞാൻ ഒത്തിരി പ്രതീക്ഷിച്ച വ്യക്തിയാണ്. അദ്ദേഹം ഈ പറഞ്ഞ പോലൊക്കെ തന്നെയാണ് പറഞ്ഞത്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രൂപ്പായിട്ട് കളിക്കാം എന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. മറ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് പറഞ്ഞത്. പിന്നെ ഗബ്രി ജാസ്മിൻ കോംബോയെ തകർക്കും എന്നുള്ള രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ വീഡിയോകളെല്ലാം നമ്മൾ കാണുമ്പോൾ. അതിനെതിരെ നിരന്തരം ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഇവർ കോംബോ ആയിട്ട് നിന്ന് കളിക്കണം, ഇവർ രണ്ടുപേരും കൂടെ ഒന്നിച്ച് നിന്നാൽ മാത്രമേ ഗെയിം മുന്നോട്ട് പോകത്തുള്ളൂ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ജിൻഡോയുടെ കള്ളം കുറയ്ക്കണം, അതെല്ലാം സ്ഥിരമായിട്ട് എല്ലാവരും പറയുന്ന സാധനങ്ങൾ തന്നെയാണ് പറഞ്ഞത്. അതുപോലെ ഇവരാരും തന്നെ മാറിട്ട് ചിന്തിക്കണം. അതുപോലെ കട്ടിൽ റാണിയാണ് അൻസിബയെ ഞാൻ യൂട്യൂബിലൂടെ വിളിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഋഷിയുടെ കാര്യം പറഞ്ഞു. അങ്ങനെ പലരെ പറ്റി പറഞ്ഞു. എനിക്കത് സ്വാഭാവികമായിട്ട് തോന്നിയത് എല്ലാവരെയും സുഖിപ്പിച്ച് പറഞ്ഞു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ആരെപ്പറ്റിയും എന്തോന്ന്. പക്ഷെ ജാൻമണിയെപ്പറ്റി മാത്രമാണ്, ജാൻമണിയെപ്പറ്റി പറഞ്ഞത് എനിക്ക് തോന്നുന്നു ഒരു പേര് എല്ലാത്തിനും ആരെ പിണക്കണ്ട എന്ന രീതിയിൽ തന്നെയാണ് നമ്മുടെ ഫീക്കർ ടൈന് സംസാരിച്ചത്. അങ്ങനെ പോയി കാര്യങ്ങൾ. പിന്നെ TJ ഫുബിൻ വന്നത്, അദ്ദേഹവും ഇങ്ങനെ ആരെയും തൊടാതെയും തൊട്ടും തൊടാതെയും അങ്ങനെ സുഖിപ്പിച്ച് തന്നെയാണ് പറഞ്ഞു പോയത്. മികച്ച അദ്ദേഹം പറഞ്ഞതിൽ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ജിൻഡോ ആണ് മികച്ച എൻ്റർടൈനർ, അല്ലെങ്കിൽ അദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ ഈ ഷോ തന്നെ ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് വന്നു എന്നുള്ള കാര്യം പറഞ്ഞു. ജിൻഡോ പൊളിയാണ്, അല്പം കള്ളവും തെറിയൊക്കെ കുറച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തെ വല്ല ആരുമില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് സുബിൻ പറഞ്ഞത്. അത് സത്യം പറഞ്ഞാൽ മറ്റുള്ള മത്സരാർത്ഥികളെല്ലാം ഈ ഗബ്രിയുടെയും ജാസ്മിൻ്റെയൊക്കെ മുഖം ഇരിക്കുന്നതാണ്. പറഞ്ഞാൽ റസ്മിൻ്റെയൊക്കെ മുഖം വല്ലാതെ മാറി, ശരണ്യയുടെയൊക്കെ മുഖം, എല്ലാവരുടെയും. എനിക്ക് തോന്നുന്നു ഋഷിയും അൻസിബയൊക്കെ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ടിരുന്നു. ബാക്കി എല്ലാവരും അവർ വിചാരിച്ചിരുന്നത് നമ്മുടെ ജിൻഡോയെ പറ്റി ഇവരെല്ലാവരും ജിൻഡോ മോശമാണ് അങ്ങനെയുള്ള രീതിയിലുള്ള സംസാരിക്കുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ അതിന് വിരുദ്ധമായിട്ടാണ്. ജിൻഡോയെ പറ്റി ആരും അങ്ങനെ വലിയ അഭിപ്രായ വ്യത്യാസം പറഞ്ഞില്ല. ഈ കള്ളവും എന്തോന്നുമാണ് മെയിനായിട്ട് എടുത്ത് പറഞ്ഞത്, ബാക്കി ആരും പറഞ്ഞില്ല. അതുപോലെ ജിൻഡോ അടിപൊളിയാണ് എന്ന് തന്നെയാണ് സുബിൻ പറഞ്ഞത്. അപ്പം അങ്ങനെ പോയി
ഈ കാര്യങ്ങളെല്ലാം. അതിനുശേഷം പിന്നെ ജാൻമണിയുടെ കുറച്ച് ഷോകളുണ്ടായിരുന്നു. ജാൻമണി ബോധം കെട്ട് വീഴുന്നതും ജാൻമണി നടത്തിയ ചില വിവാദപരമായ സംസാരങ്ങളും ഒക്കെ ഇവർ നോട്ട് ചെയ്ത് പറയുകയും ചെയ്തു. ജാൻമണിയായിട്ടൊക്കെയാണ് എല്ലാവരും ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരുന്നത്. ജാൻമണി പിന്നെ എന്തും പറയുമല്ലോ. അതിനുശേഷം പിന്നെ നടന്നത് നമ്മുടെ ഫീക്കട്ടേനെ വിളിച്ചു വരുത്തി പലരും പുറത്തെ രഹസ്യങ്ങൾ അറിയാൻ ഇങ്ങനെ നിരന്തരം കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അത് പലതും പുറത്ത് പറയുകയും ചെയ്തു. എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് അനുവദിച്ചിട്ടായിരിക്കും ഇതെല്ലാം പറയുന്നത്. അല്ലെങ്കിൽ ബിഗ് ബോസിനെ അത് കട്ട് ചെയ്ത് കളയാം, അല്ലെങ്കിൽ വാണിംഗ് കൊടുക്കാം. പക്ഷേ അങ്ങനൊന്നും കൊടുത്തില്ല. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞ പോലെ ഇവർ പുറത്തെ കാര്യങ്ങളെങ്കിലും അറിഞ്ഞ് ഇവരെ രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ എന്നുള്ള വിചാരമാണ്. പിന്നെ വേറെ ഒരു സംശയമുണ്ട്. ഈ ജാസ്മിനെ രക്ഷപ്പെടുത്തുക എന്നുള്ള തന്ത്രം ബിഗ് ബോസ് പ്രയോഗിച്ചോ എന്ന് എനിക്ക് തോന്നി. കാരണം ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് വീട്ടിൽ നിന്ന് ഒരാൾ ഫോൺ വിളിച്ച് ചീത്ത വിളിച്ചതായിട്ട് പറയുന്നത്. അത് ബിഗ് ബോസ് നമ്മളോട് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അതിനുശേഷം ജാസ്മിനെ പലതരത്തിൽ ഈ ട്രാക്കിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു. അങ്ങനെ ബിഗ് ബോസ് ചരിത്രത്തിൽ സംഭവിച്ചിട്ടില്ല. അവരെങ്ങനെയാണ് പോകുന്നതെന്ന് വെച്ചാൽ ആ രീതിയിൽ പോട്ടെ, ഔട്ടാവട്ടെ എന്നുള്ള രീതിയിലാണ്. അത് ജാസ്മിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് ബിഗ് ബോസ് പലപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. ഇപ്പോൾ സായി കൃഷ്ണ അതിനുശേഷം ജാസ്മിൻ വന്നിരുന്ന് പല കാര്യങ്ങളും ചോദിച്ചു. എല്ലാ കാര്യങ്ങളും എനിക്ക് തോന്നുന്നു വൃത്തിയും വെടുപ്പായിട്ട് സായി കൃഷ്ണ പറഞ്ഞു കൊടുത്തു എന്നുള്ളതാണ്. അവിടെ എനിക്കൊരു സായിയോട് എനിക്കൊരു നീരസമുണ്ട്. കാരണം അദ്ദേഹം പോയത് കളിക്കാൻ വേണ്ടിയല്ല, അത് ജാസ്മിനെ രക്ഷപ്പെടുത്തി ജാസ്മിനെ ഗെയിമിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യം മുൻനിർത്തിയൊന്നുമല്ല പോയത്. കല്യാണം കഴിക്കാൻ പോയത് ചെറുക്കൻ ഇങ്ങനെ ചെയ്തു, അങ്ങനെ ചെയ്തു, വാപ്പ ഇങ്ങനെ ചെയ്തു, അങ്ങനെ പല കാര്യങ്ങളും നെഗറ്റീവാണ് പുറത്ത്. ഞാൻ പറഞ്ഞില്ലേ, സായി ഇങ്ങനെ പെരുമാറിയത് എനിക്ക് വളരെയധികം ആക്ഷേപമുണ്ട്. കാര്യം എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു എന്നുള്ളതാണ്. അതിൻ്റെ കാര്യമൊന്നുമില്ലായിരുന്നു. ബിഗ് ബോസ് വാണിംഗ് കൊടുത്തു, അത് കുറച്ചായതിന് ശേഷമാണ്. പക്ഷെ അതിനുശേഷം നോമിനേഷനായിരുന്നു. നോമിനേഷനിൽ എനിക്ക് തോന്നുന്നു മിക്കവാറും നമ്മൾ വിചാരിച്ച പലരും വന്നിട്ടുണ്ട്. പവർ ടീമിനെ തിരഞ്ഞെടുത്തു. ഞാനത് എൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മുടെ റസ്മിനും ഗബ്രിയും ഉറപ്പാണ് പവർ ടീമിൽ. ജാസ്മിൻ്റെ പവർ ടീമല്ല അല്ലേ. പിന്നെ അർജുനെയും അസ്പരയും കൂടെ കയറ്റി. പക്ഷേ ശ്രീരേഖയോട് നന്ദികേട് കാണിച്ചു. അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷം നോമിനേഷനായിരുന്നു. നോമിനേഷന് വന്നത് 9 പേര്. പവർ ടീം നേരിട്ട് നോമിനേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയേ ഉള്ളൂ അല്ലേ. അതാരായിരിക്കും? നമ്മുടെ ജിൻഡോയെ തന്നെ നോമിനേറ്റ് ചെയ്തു. അതിനുശേഷം പലരും നോമിനേഷൻ പുതിയ ആൾക്കാരെ നോമിനേറ്റ് ചെയ്യുക, അങ്ങനൊരു നിയമം ഈ പ്രാവശ്യം ഉണ്ടായിരുന്നു. അത് മോശപ്പെട്ട പ്രവണത. ആര് കളിക്കുന്നതിന് മുമ്പ് നോമിനേറ്റ് ആവുക. 8 വോട്ടുമായിട്ട് അഭിഷേക് ശ്രീകുമാറാണ് നോമിനേഷൻ 1-ാം സ്ഥാനത്ത് വന്നത്. ഒരാൾ പിന്നെ നോമിനേറ്റ് ചെയ്താൽ മതി, പിന്നെ ബാക്കി വരുന്നവരെല്ലാം നോമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അദ്ദേഹത്തിന് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. 8 വോട്ടുമായി അദ്ദേഹം നോമിനേഷന് വന്നു. നമ്മുടെ ജാസ്മിൻ നോമിനേറ്റ് ചെയ്തതാണ് ഞെട്ടിപ്പിച്ചത് സായി കൃഷ്ണയെ. സായി കൃഷ്ണയ്ക്ക് 8ൻ്റെ പണി തന്നെ കിട്ടി. വല്ലാത്ത ചതിയായിപ്പോയി അല്ലേ. ഇതിൻ്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു. നേരെ പോയി കളിച്ചാൽ പോരായിരുന്നു. ജാസ്മിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ച അതിന് കാരണം പറഞ്ഞതാണ് അതിലും രസകരമായി തോന്നിയത്. പുറത്തെ കാര്യങ്ങൾ ഞാൻ എത്ര നിർബന്ധിച്ചാലും പറയരുതായിരുന്നു, എന്നെ മാനസികമായി തളർത്താൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളതാണ്. വടി കൊടുത്ത് അടി മേടിച്ച പോലായിപ്പോയി അല്ലേ. അങ്ങനെ സായി കൃഷ്ണയെ ജാസ്മിൻ നോമിനേറ്റ് ചെയ്തു. അതുപോലെ തന്നെ നോറയുണ്ട്, ഫ്രീദുണ്ട്, ശരണ്യുണ്ട്, ശ്രീരേഖയുണ്ട്, ജിൻഡോ ഓൾറെഡി ഉണ്ട്. പിന്നെ ജാൻമണി 9 വോട്ട് പോകാൻ വേണ്ടി ജാൻമണിയുണ്ട്. പിന്നെ അങ്ങനെ 9 പേര് നോമിനേഷനിൽ വന്നിട്ടുണ്ട്. അതിൽ പുറത്താകാനുള്ള സാധ്യത എനിക്ക് തോന്നുന്നു എപ്പോഴും നമ്മുടെ ജാൻമണിക്ക് തന്നെയാണ്. ജാൻമണി, ശ്രീരേഖ, അങ്ങനെ നൂറ ആ ലെവലിൽ തന്നെയായിരിക്കും പോകാനുള്ള സാധ്യത കൂടുതൽ, പുറത്താകാനുള്ള സാധ്യത. പിന്നെ ഈ വന്ന ആൾക്കാരിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചതായിട്ട് എനിക്ക് ആദ്യ ദിനം തോന്നിയത് അഭിഷേക് ശ്രീകുമാർ തന്നെയാണ്. അഭിഷേക് ശ്രീകുമാർ വേറെ ലെവൽ കളിക്കാരനാണെന്നാണ് എൻ്റെ ഒരു തോന്നൽ. അദ്ദേഹത്തിൻ്റെ പല വാദങ്ങളും എനിക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. പക്ഷേ ആദ്യ ദിനം തന്നെ ഇത്രയും പേര് നോമിനേറ്റ് ചെയ്യണം. അദ്ദേഹം ഒരു സ്ട്രോങ് പ്ലെയർ ആയിട്ടല്ലേ എല്ലാവരും നോമിനേറ്റ് ചെയ്തത്.
പിന്നെ നമ്മുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാതെ പോയൊരു മത്സരാർത്ഥിയായിരുന്നു സായി കൃഷ്ണ ഫീക്കട്ടേൻ്റെ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പൂജാ കൃഷ്ണ വലിയ ഒരു മറ്റൊരു വാഴയാകാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. പിന്നെ നന്ദന ഒരു സ്ട്രോങ് പ്ലെയർ ആണോ എന്ന് ചോദിച്ചാൽ ചിലപ്പം നന്ദനയും ജാസ്മിനും തമ്മിലൊരു ആടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാലും ഇച്ചിരി ഓവർ സ്മാർട്ട് കളിക്കുന്നു എന്നുള്ളൊരു സംശയം ഉണ്ട്. പിന്നെ നമ്മുടെ സുബിൻ ആരും പിണക്കാതെ മുന്നോട്ട് പോകാനാണ് താല്പര്യം എന്ന് തോന്നുന്നു. എന്നാലും പാട്ടും മേളമൊക്കെ ആയിട്ടൊരു എൻ്റർടൈൻമെൻ്റ് ആകും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ അഭിഷേക് ജയദീപിനെയും എനിക്ക് നല്ല പ്രതീക്ഷയാണ്. അപ്പം പ്രതീക്ഷിക്കുന്ന വ്യക്തി, ഏറ്റവും പ്രതീക്ഷയുള്ള വ്യക്തി ഫീക്കട്ടേൻ്റായിരുന്നു. ആദ്യ ദിനം ഏതായാലും അദ്ദേഹം നനഞ്ഞ പടക്കമായി മാറി. വരും ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഗെയിം, അദ്ദേഹത്തിൽ നിന്ന് പലതും പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് ഒരു യൂട്യൂബറല്ലേ, അതുമല്ല ഒത്തിരി നാൾ കൊണ്ട് ആഗ്രഹിക്കുന്നതാണ് ബിഗ് ബോസിൽ പോവുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹമാണ്. എനിക്ക് തോന്നുന്നു ഇത്രയും ബിഗ് ബോസ് സീസൺ കണ്ട് പോയേക്കുന്നവരെ ആരും കാണത്തില്ല. കാര്യം റിവ്യൂ ചെയ്യുന്നതുകൊണ്ട് ഇതെല്ലാം നന്നായിരുന്നു കാണും. അപ്പം അങ്ങനെ അദ്ദേഹത്തിൽ നിന്ന് ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട് ഞാൻ. അത് നടക്കുമോ ഇല്ലയോ എന്നുള്ള. പിന്നെ നമ്മൾ വലിയ പ്രതീക്ഷയായിട്ട് ആര് പോയിട്ടുണ്ടെങ്കിലും അവർ നനഞ്ഞ പടക്കമാകുന്ന രീതിയാണ്. പുറത്ത് നിന്ന് കളിയെ നമുക്ക് വിലയിരുത്താം, പക്ഷേ അകത്ത് കയറി കഴിയുമ്പോഴാണ് ലെവല് മാറുന്നത്. ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞു, ഫുട്ബോൾ കളി കണ്ട് നമുക്ക് ആവേശം മുക്കാൻ ക്രിക്കറ്റും കാണാം, പക്ഷേ കയറി കളിക്കാൻ പോകുമ്പോഴാണ് പണി കിട്ടുന്നത്. അത് തന്നെ ഇവിടെ ആവർത്തിക്കുമോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ കണ്ടറിയാം. അങ്ങനെയാണ് പുതിയ മത്സരാർത്ഥികളിലെ ആദ്യ ദിനം അവസാനിക്കുന്നത്. അപ്പം ബാക്കിയുള്ള വിശേഷങ്ങളുമൊക്കെ ആയിട്ട് ഞാൻ വരാം. ബാക്കിയുള്ള വീഡിയോകളെല്ലാം സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ.